ഹായ് മക്കളെ, അപ്പോൾ ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. എല്ലാ ടൈപ്പ് ഓഫ് എക്സാമ്പിൾസും നമുക്കതിൽ നോക്കാം. അപ്പോൾ ബാലൻസിങ്ങിൽ വരുമ്പോൾ ഞാൻ കുറച്ചധികം എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചെയ്യിപ്പിച്ച് തരാം. അതിൽ ഒരു ഓർഡർ ഫോളോ ചെയ്യാം. 3 ബേസിക് തമ്പ് റൂൾസ് അതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ 3 ബേസിക് തമ്പ് റൂൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മൾ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ മാത്രം നമ്പേഴ്സിനെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ CO2ൻ്റെ കേസിൽ ഇവിടെ ഒരു 2 എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യാനായിട്ട് ഇടാമെന്ന് വെച്ചോ. ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ദിസ് ഈസ് ആക്ച്വലി റോങ്. അപ്പോൾ ഇങ്ങനെ ചെയ്യരുത്. ഓൾവേസ് ലെഫ്റ്റ് സൈഡിൽ മാത്രം എന്ത് ചെയ്യുക, നമ്പേഴ്സ് ആഡ് ചെയ്യുക. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, വെന്നെവർ യു ആർ ബാലൻസിങ് ഒരു നമ്പർ ചേർത്തിട്ട് ബാലൻസ് ചെയ്തു 2CO എന്ന് എഴുതി കഴിഞ്ഞാൽ എഗെയിൻ ഒന്നുകൂടി നേരത്തെ ബാലൻസ് ചെയ്ത ആൾക്കാരെല്ലാവരെയും ചെക്ക് ചെയ്യാം. ഓൾറെഡി ബാലൻസ് ചെയ്ത ആൾക്കാരെ ഒന്നും കൂടി എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് വേണം ബാക്കി ചെയ്യാം. ഇപ്പോൾ 2 റൂൾസ് ആയേ. ഫസ്റ്റ് വൺ ഈസ് ആക്ച്വലി നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമ്പർ ചേർക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡ് തമ്പ് റൂൾ ഈസ് ദാറ്റ് വെനെവർ യു ആർ ആഡിങ് എനി നമ്പർ ഒന്നും കൂടി എല്ലാ ആറ്റംസിനെയും ചെക്ക് ചെയ്യുക. ബാലൻസ് ചെയ്ത് നേരത്തെ നിർത്തിയ ആൾക്കാരൊക്കെ ഒന്നും കൂടി ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് തേർഡ് റൂൾ, നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നേക്കുന്ന എലമെൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ നോക്കാം. ആദ്യം മെറ്റൽ ഉണ്ടെങ്കിൽ മെറ്റലിനെ ബാലൻസ് ചെയ്യുക, അത് കഴിഞ്ഞാൽ നോൺ മെറ്റലിനെ ബാലൻസ് ചെയ്യുക, ദെൻ ഓക്സിജൻ എടുക്കുക, ഫൈനലി മാത്രം എന്ത് ചെയ്യുക, ഹൈഡ്രജൻ. ഈ ഒരു ഓർഡർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി ബേസിക് തമ്പ് റൂൾസ്. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ C+O2 CO2 എന്നുള്ള ഇക്വേഷൻ തന്നെ നോക്കാം. സി ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അത് തന്നെയാണ് അപ്പുറത്തും വരുന്നത്. അപ്പോൾ 2 എലമെന്റ്സേ ഉള്ളൂ, സിയും ഓക്സിജൻ. സി ആൻഡ് ഓക്സിജൻ ആണ്, കാർബണും ഓക്സിജനും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 1 കാർബൺ ആണുള്ളത്, കാരണം സി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 കാർബൺ ആണുള്ളത്. ഇവിടെയും 1 കാർബൺ ആണ്, ബാലൻസ്ഡ് ആണ്, ഓക്കെ ആണ്. ഇനി അടുത്തത് നോക്കാം. ഇവിടെ 2 ഓക്സിജൻ ആണുള്ളത്, ഇവിടെ ആണെങ്കിൽ 2 ഓക്സിജൻ ആണ്. 2 ഓക്സിജൻ ഇല്ല, 1 ഓക്സിജൻ ആണുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് 2 ആക്കണം. 2 ആക്കാനായിട്ട് എന്ത് ചെയ്യും, ഇൻറ്റു 2 ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ 2 ചെയ്ത് കഴിഞ്ഞാലാണ് 2 ഓക്സിജൻ ആവുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഇട്ട് കൊടുത്തു, കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റൂൾ നമ്മളൊന്നും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ 1 കാർബൺ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ എത്രയായി, 2 കാർബൺ ആയിട്ട് മാറി. 2 കാർബൺ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെയും ഒരു 2 ഇട്ട് കൊടുക്കണം. സോ ദാറ്റ് അത് ബാലൻസ്ഡ് ആണ്. അപ്പോൾ എഗെയിൻ നമ്പേഴ്സ് ആഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്ത് 2 കാർബൺ 2 കാർബൺ ബാലൻസ്ഡ് ആയി. 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ, ഓക്കെ അല്ലേ. സോ ദിസ് വിൽ ബി ദ ഫൈനൽ ഇക്വേഷൻ. 2C+O2 ഈസ് 2CO. ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ 3 റൂൾസ് ഉപയോഗിച്ചിട്ടാണ് 3 റൂൾസ് അത് ഉപയോഗിച്ച് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. Mg3N2 + H2O ഈസ് MgOH2 + NH3. ഇതിൻ്റെ എങ്ങനെയായിരിക്കും ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഏതാണ്, മെറ്റൽ, നോൺ മെറ്റൽ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഇവിടെ നോക്കാം, Mg എന്ന് പറഞ്ഞ മെറ്റൽ ഉണ്ട്, അപ്പോൾ അതായിരിക്കും ആദ്യം ബാലൻസ് ചെയ്യേണ്ടത്. ഞാൻ ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. Mg3N2 + H2O. സോ ദാറ്റ് നമുക്കത് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയാണ്. MgOH2 + NH3. അപ്പോൾ അതേടാ ഇതിൽ എങ്ങനെയായിരിക്കും ചെയ്യാൻ നോക്കാം. ഇതിൽ Mg3 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 3 Mg ഉണ്ട്, ഇവിടെ ആണെങ്കിലോ 1 Mg ഉള്ളൂ. Mg എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 Mg വന്നിട്ടുണ്ട്, ഇവിടെ 1 Mg ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 3 ചെയ്യണം അല്ലേ. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ എഗെയിൻ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. 3 Mg ഓക്കെയാണ്, മൾട്ടിപ്ലൈ ചെയ്തു, സെറ്റാണ്. അടുത്തത് ഇനി ആരാ, നോൺ മെറ്റൽ, ദാറ്റ് ഈസ് നൈട്രജൻ. N2 2 നൈട്രജൻ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് 2 നൈട്രജൻ. അപ്പോൾ ഇവിടെയും 2 നൈട്രജൻ, ഇവിടെയും 2 നൈട്രജൻ, ഓക്കെയാണ്, ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ആരാ, ഓക്സിജനാണ് നമ്മൾ എടുക്കുക. ഓക്സിജൻ ഇവിടെ 1 ഓക്സിജൻ ആണുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് വരുന്നത്. ഈ ബ്രാക്കറ്റിൻ്റെ മീനിങ് OHൽ ഓക്സിജനുമായിരുന്നു 2H. ഇപ്പോൾ ഓൾറെഡി ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഫ്രണ്ടിൽ ഒരു 3 ഉണ്ട്. അപ്പോൾ അതും കൊണ്ടുകൂടി മൾട്ടിപ്ലൈ 3. അപ്പോൾ എത്രയാണ്, ഇവിടെ 6 ഓക്സിജൻ ആണ് ഉള്ളത്. ഇവിടെ ആണെങ്കിൽ സിംഗിൾ ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ 1 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് 6 ഓക്സിജൻ ആണ്. അപ്പോൾ 6 കൊണ്ട് ഫ്രണ്ടിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ഹൈഡ്രജനെ നോക്കണം. അപ്പോൾ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഒന്നും കൂടി ചെക്ക് ചെയ്യാം. 3 Mg, നൈട്രജൻ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഇനി 6 ഓക്സിജൻ, ഇവിടെയും 6 ഓക്സിജൻ, ഓക്കെ ആണല്ലോ. ഇനി ഹൈഡ്രജൻ നോക്കാം നമുക്ക്. 6 × 2 ആണ് വരുന്നത് അല്ലേ. 6 × 2 വരുമ്പോൾ എന്ത് ചെയ്യും, 6 × 2 ദാറ്റ് ഈസ് 6. ഓൾറെഡി 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉള്ളതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദർ വിൽ ബി 12 ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നോക്കാം. ഇവിടെ ഓൾറെഡി 2 ഉണ്ട്,
2 ഹൈഡ്രജൻ ഇൻറ്റു 3 ദാറ്റ് ഈസ് 6 ഹൈഡ്രജൻ വരും. ഇനി ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെയും കൂടി നോക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളത് എത്രയാണ്? NH3യിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, ഫ്രണ്ടിൽ ഒരു 2 ഉണ്ട്, അപ്പോൾ അതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 ഹൈഡ്രജൻ ഇൻറ്റു 2 ദാറ്റ് ഈസ് 6. അപ്പോൾ ടോട്ടൽ 6 ഇവിടെയും 6 ഇവിടെയും ഉള്ളതുകൊണ്ട് ടോട്ടൽ എത്രയായി? 6 + 6 6 ഹൈഡ്രജൻ + 6 ഹൈഡ്രജൻ 12 തന്നെയാണ്. സോ വേറെ നമ്പേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട, ഓൾറെഡി അതിൻ്റെ ഈക്വൽ നമ്പറിലാണ് വരിക. സോ ഇറ്റ് ഈസ് ബാലൻസ്. സോ ദ ഫൈനൽ ഇക്വേഷൻ എന്തായിരിക്കും നമ്മൾ എടുക്കുക? ഇത് തന്നെയാണ്, Mg3N2 + 6H2O gives 3MgOH twice plus 2NH3. So this will be the final equation. ഈ രീതിയിലായിരിക്കും നമ്മൾ എഴുതാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. CuO + NH3 gives Cu + N2 + H2O. ഇതെങ്ങനെയായിരിക്കും ചെയ്യാൻ നോക്കാം. Again start with which one? കോപ്പർ കൊണ്ട് ബാലൻസ് ചെയ്യുക, ബിക്കോസ് കോപ്പർ ആണ് മെറ്റൽ. ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ഇക്വേഷൻ എടുത്ത് എഴുതാൻ പോവുകയാണ്. NH3 gives, ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. സ്റ്റാർട്ട് വിത്ത് ദ മെറ്റൽ, മെറ്റൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മെറ്റൽ ഏതാ? Cu ആണ്. Cu മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ ബാലൻസ് ചെയ്യാൻ നോക്കാം. Cu എന്ന് പറയുന്ന ആൾ എങ്ങനെയായിരിക്കും? Cu 1 ആണ്, ഇവിടെയും 1 ആണ്. ഓക്കെ ആണ്, ബാലൻസ്ഡ് ആണ്. നൈട്രജൻ ആണ് നോക്കേണ്ടത്. ഇവിടെ 1 നൈട്രജൻ ഉള്ളൂ, ഇവിടെ ആണെങ്കിൽ 2 നൈട്രജൻ ഉണ്ട്. ഇൻറ്റു 2 ചെയ്യണം അല്ലേ? 2 നൈട്രജൻ എന്ന് എഴുതാം. അപ്പോൾ 1 നൈട്രജൻ ഇൻറ്റു 2, സോ 2 കൊണ്ട് ബാലൻസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം? അവിടെ ബാലൻസ് ആയി കഴിഞ്ഞാൽ എഗെയിൻ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ നമ്പർ. 1 Cu, ഇവിടെയും 1 Cu. 2 നൈട്രജൻ 2 നൈട്രജൻ. ഓക്കെ ആണ്, ബാലൻസ്ഡ് ആണ്. ഇനി ഏതാ നോക്കണ്ടേ? ഓക്സിജൻ ബാലൻസ് ചെയ്യുക. ഓക്സിജൻ ഇവിടെ 1 ഓക്സിജൻ ആണ്, ഇവിടെയും 1 ഓക്സിജൻ ആണ് വരുന്നത്. ഓക്കെ ആണ്, ബാലൻസ്ഡ് ആണ്. ഇനി ആരാ? ഹൈഡ്രജൻ നോക്കാം. 2 × 3, സോ 3 ഹൈഡ്രജൻ ഉണ്ട്, ഇൻറ്റു 2 6 ഹൈഡ്രജൻസ് ആണ് ഉള്ളത്. ഇവിടെ ആണെങ്കിലോ 2 ഹൈഡ്രജൻ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? 2 ഹൈഡ്രജൻ ഉള്ളൂ, അപ്പോൾ ഇൻറ്റു 3 ചെയ്താലാണ് 6 ആവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ +3 ഇരുന്നിടും. ഓക്കെ, 3 ഹൈഡ്രജൻ. അപ്പോൾ നമ്പർ ആഡ് ചെയ്തു. എഗെയിൻ നോക്കാം. Cu ഒരെണ്ണം, ഇവിടെയും Cu ഒരെണ്ണം. 2 നൈട്രജൻ 2 നൈട്രജൻ. ഇനി എന്താ? ഓക്സിജൻ്റെ കേസിൽ നോക്കാം നമുക്ക്. ഇവിടെ 1 ഓക്സിജൻ ഉള്ളൂ, ഇവിടെ ആണെങ്കിൽ 3 ഓക്സിജൻ വന്നു. 3H2O എന്ന് കഴിയുമ്പോൾ 3 ഓക്സിജൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നാലാണ് ഓക്സിജൻ ബാലൻസ് ആവുള്ളൂ. അപ്പോൾ എഗെയിൻ നോക്കാം. 3 നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു. എഗെയിൻ ചെക്ക് ചെയ്യുക. 3 Cu, ഇവിടെ ഒരു Cu ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് അവിടെ ഇപ്പോൾ 3 Cu 3 Cu, 2 നൈട്രജൻ 2 നൈട്രജൻ, 3 ഓക്സിജൻ 3 ഓക്സിജൻ, 6 ഹൈഡ്രജൻ 6 ഹൈഡ്രജൻ. ഇപ്പോൾ എല്ലാം ബാലൻസ്ഡ് ആയി. സോ this will be the final equation. 3CuO plus 2NH3 gives us 3Cu plus N2 plus 3H2O. So this will be the equation. Okay, ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. Al4C3 plus H2O. ഇതേപോലെ തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നോക്കിയടാ, ഇതിൽ ചെയ്യുമ്പോൾ ആദ്യം ആരെ ബാലൻസ് ചെയ്യും? നമ്മൾ Alനെ ആയിരിക്കും, കാരണം മെറ്റലിനെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് പോകാൻ. സോ ദിസ് വിൽ ബി ദ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ H2O gives CH4 പ്ലസ് ALOH. ഇവിടെ ബ്രാക്കറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കണം. ഓക്കെ, നോക്കാം നമുക്ക്. 4 ഉണ്ട്, അപ്പോൾ ഇവിടെയും 4 ആയിരിക്കും വരാം. ഓക്കെ, ഇനി C3 3 C ആണ്. അപ്പോൾ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. Al4 4 Al2. C3 ആണ്, ഇവിടെ ഒരെണ്ണം ഉള്ളൂ, അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദാറ്റ് C3 3 കാർബൺ, ഇവിടെയും 3 കാർബൺസ് ആണ്. ഇനി അത് കഴിഞ്ഞാൽ ആരാ? ഓക്സിജൻ ആണ് നോക്കേണ്ടത്. ഓക്സിജൻ ഇവിടെ സിംഗിൾ 1 ഓക്സിജൻ ആണുള്ളത്. ഇവിടെ ആണെങ്കിലോ ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കിയടാ. O3 ഉണ്ട്, ഇപ്പോൾ 3O ഉണ്ട്, ഫ്രണ്ടിലൊരു 4 ഉണ്ട്, അതുകൊണ്ട് 4 കൊണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് 12 ഓക്സിജൻ. ഇവിടെ സിംഗിൾ ഉള്ളൂ, അപ്പോൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, റൈറ്റ്? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഫ്രണ്ടിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഫ്രണ്ടിൽ 12 ഇടാം. അപ്പോൾ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. 4Cl 4Al 4Al, 3C 3C. അപ്പോൾ അതും ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. ഇനി 12 ഓക്സിജൻ, ഇവിടെ 4 × 3 ഓക്സിജൻ 12 ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ അതും ബാലൻസ്ഡ് ആയി. അപ്പോൾ ഇൻറ്റു 12 ഓക്സിജൻ ഓക്കെയാണ്. അപ്പോൾ അതും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനലി ഹൈഡ്രജൻ കൂടി നോക്കാം. ഹൈഡ്രജൻ 12 × 2 ഹൈഡ്രജൻ ഉണ്ട്, പ്ലസ് ഇൻറ്റു 12 ആണ് വരാം. അപ്പോൾ എത്രയായി? 24 ഹൈഡ്രജൻ ആയിരിക്കും നമുക്ക് വരാം. ഇവിടെ ആണെങ്കിലോ 4, ഇവിടെ 3 ഉണ്ട്, സോ നമുക്ക് രണ്ടിലും ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നുണ്ട്. 3 × 4 ഹൈഡ്രജൻ ഉണ്ട്, ഇൻറ്റു 3 ദാറ്റ് ഈസ് 12 ഹൈഡ്രജൻ വരുന്നുണ്ട്. ഇനി ഇവിടെ ആണെങ്കിലോ 3 ഹൈഡ്രജൻ ഉണ്ട്, ഇൻറ്റു 4 ദാറ്റ് ഈസ് ഓൾസോ 12 ഹൈഡ്രജൻ. സോ 12 + 12 എത്രയായി? 12 ഹൈഡ്രജൻ പ്ലസ് 12 ഹൈഡ്രജൻ ആണ്. സോ ദാറ്റ് വിൽ ഗീവ് us 24 ഹൈഡ്രജൻ ആറ്റംസ് ആയിരിക്കും വരുന്നത്. സോ ഇങ്ങനെയായിരിക്കും ചെയ്യുക. സോ ഓൾറെഡി അതെന്താ? ബാലൻസ്ഡ് ആണ്. 12 വെച്ചിട്ട് 24 ആണ്, ഇവിടെയും 24 ആണ്, ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി. അപ്പോൾ Al4C3 ഒന്ന് എടുത്ത് എഴുതല്ല, 12 വെച്ചിട്ടോ, കാരണം ഇതിൽ നിങ്ങളിപ്പോൾ എല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ഇക്വേഷൻ എടുത്തത്. ഫൈനലി 12 വെച്ചിട്ടോ ഗീസ് 3CH4. എഴുതുമ്പോൾ നമ്പേഴ്സ് മിസ്സായി പോകരുത്. 4Al OH thrice. OH thrice. ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക. ദിസ് വിൽ ബി ദ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം.
ഇനി ഇതേപോലെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. MnO2 plus HCl gives MnCl2 plus H2O plus Cl2. Again സ്റ്റാർട്ട് വിത്ത് എന്താ, Mn ആണ്. Mn ആണ് ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ Mn നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. MnO2 plus HCl will give us what? Will give us MnCl2. Okay, MnO2 plus HCl gives us MnCl2 ആണ് വരിക. MnCl2 plus H2O plus Cl2. ഓക്കെ, നോക്കാം. Mn ഒരെണ്ണമാണ്, ഇവിടെ Mn1 തന്നെയാണ്, ബാലൻസ്ഡ് ആണ്. അത് കഴിഞ്ഞാൽ Cl1 ആണ്, ഇവിടെ 4 Cl ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ 1 Cl ഉള്ളൂ അല്ലേ. ഇവിടെ ആണെങ്കിലോ 2 Cl ഇവിടെ ഉണ്ട്, ദെൻ ഇവിടെ ഒരു Cl, അപ്പോൾ 2 Cl തന്നെ. ടോട്ടൽ 4 Cl ആറ്റംസ് ഉണ്ട്, ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. ഇവിടെ ഒരു Cl ഉള്ളൂ. അപ്പോൾ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഇൻറ്റു 4 ചെയ്യണം അല്ലേ. 1 Cl ഇൻറ്റു 4. അപ്പോൾ എന്തായി, അവിടെ 4 Cl ആയിട്ട് മാറി. ഇപ്പോൾ Cl ബാലൻസ്ഡ് ആയി. അപ്പോൾ നമ്പർ ആഡ് ചെയ്തു. അഗെയിൻ നോക്കാം. 1 Mn ഇവിടെയും Mn ഓൺലി, 4 Cl ഇവിടെയും 4 Cl. ഓക്കെയാണ്, ബാലൻസ്ഡ് ആണ്. ഇനി ഓക്സിജൻ നോക്കാം. ഓക്സിജൻ 2 ഉണ്ട്, ഇവിടെ ആണെങ്കിൽ 1 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, റൈറ്റ്. കാരണം ഇവിടെ 1O2 ആണ്, 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ 1 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2 ഓക്സിജൻ കിട്ടി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു. അഗെയിൻ നോക്കാം. Mn ഒരെണ്ണം, ഇവിടെയും Mn ഒരെണ്ണം. ദെൻ Cl 4 ആണ് ഇവിടെ, ഇവിടെയും Cl2ഉം ഇവിടുത്തെ Cl2ഉം കൂടി ചേർത്ത് 4 Cl ആണ് വരാം. ദെൻ ഓക്സിജൻ 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ H നോക്കാം, ഹൈഡ്രജൻ നോക്കാം. ഇവിടെ 4 ഉണ്ട്, ഒരു ഹൈഡ്രജൻ ആണുള്ളത്, ഇൻറ്റു 4, ദാറ്റ് ഈസ് 4 ഹൈഡ്രജൻ. ഇവിടെയോ 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ ആണ് H2O വരിക, ഇൻറ്റു 2 ചെയ്യുക, 4 ഹൈഡ്രജൻ വരും. സോ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. സോ ഇക്വേഷനിൽ എല്ലാം ബാലൻസ്ഡ് ആണ്, ഹൈഡ്രജനും ബാലൻസ്ഡ് ആയതുകൊണ്ട് ഇനി അതിലൊന്നും ആഡ് ചെയ്യണ്ട. സോ എന്ത് വരും, ഫൈനൽ ഇക്വേഷൻ വിൽ ബി MnO2 plus 4HCl gives us MnCl2 plus 2H2O plus Cl2. ഇതായിരിക്കുള്ളൂ ഇക്വേഷൻ വരാം കേട്ടോ. MnO2 plus 4HCl gives MnCl2 plus 2H2O plus Cl2 എന്നായിരിക്കും വരുന്നത്. ഇനി ഇതേപോലെ അടുത്തൊരെണ്ണം, ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. PbNO3 twice gives PbO plus NO2 plus O2. ഈ ഒരു ഇക്വേഷൻ ഇത്രയും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നോക്കാം നമുക്ക്. എഗെയിൻ സ്റ്റാർട്ട് വിത്ത് ദ മെറ്റൽ. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്നും കൂടി എഴുതാം. PbNO3 twice gives PbO plus NO2 plus O2. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ PB തന്നെയാണ്. PB ഇവിടെ 1 ആണ്, ഇവിടെയും സിംഗിൾ ആറ്റം ആണ്, ഓക്കെ ആണ്. ഇനി അടുത്തത് നൈട്രജൻ ആണ് നോക്കേണ്ടത്, നോൺ മെറ്റൽ. നൈട്രജൻ ഇവിടെ 2 നൈട്രജൻ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ എത്രയേ ഉള്ളൂ, 1 നൈട്രജൻ. എന്നിൻ്റെ ഇവിടെ 1 ഒന്നുമില്ല, അപ്പോൾ മീനിങ് 1 ആണുള്ളത്. അപ്പോൾ 2 നൈട്രജൻ ഉണ്ട് ഇവിടെ, ഇവിടെ 1 നൈട്രജൻ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഫ്രണ്ടിൽ 2 കിട്ടും, അപ്പോൾ 2 നൈട്രജൻ. അപ്പോൾ നമ്പർ ആഡ് ചെയ്തു. അഗെയിൻ ചെക്ക് ചെയ്യുക. PB ഒരെണ്ണം, ഇവിടെയും PB ഒരെണ്ണം. നൈട്രജൻ 2 ഉണ്ട്, ഇവിടെയും 2 കിട്ടും, ഓക്കെ അല്ലേ. 2 നൈട്രജൻ. ഇനി ഓക്സിജൻ നോക്കാം. ഓക്സിജൻ ഇവിടെ 3 2 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 2 6 ഓക്സിജൻ ആണ് വരുന്നത്. കാരണം 3 ഉണ്ട് NO3യുടെ, പിന്നെ പുറത്തൊരു 2 കൂടി ഉണ്ട്, ദാറ്റ് ഈസ് കോമൺ. അപ്പോൾ 3 ഇൻറ്റു 2 ചെയ്താൽ 6 ഓക്സിജൻ ഉണ്ടാവും. ഇവിടെ എത്ര എണ്ണം ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടെ 1 ഓക്സിജൻ ഇവിടെ ഉണ്ട്, പ്ലസ് 2 ഇൻറ്റു 2 ഓക്സിജൻ, ദാറ്റ് ഈസ് 4 ഓക്സിജൻസ് ഉണ്ട് ഇവിടെ. 4 ഓക്സിജൻ പ്ലസ് 2 ഓക്സിജൻ. അപ്പോൾ ടോട്ടൽ എത്രയായി, 7 ഓക്സിജൻ ആറ്റംസ് ആയി. 1 ഓക്സിജൻ പ്ലസ് 4 ഓക്സിജൻ പ്ലസ് 2 ഓക്സിജൻ, അപ്പോൾ ടോട്ടൽ 7 ആയി. ഇവിടെ 6 ഉള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്യും, നമുക്കതിനൊരു ഈവൻ നമ്പറിലോട്ട് മാറ്റണം. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 1 ഓക്സിജൻ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും അവിടെ ഈവൻ നമ്പറിലോട്ട് മാറ്റാൻ പറ്റില്ല ഇതിനെ. അങ്ങനെ ഈവൻ നമ്പറിലോട്ട് ആക്കി എന്തെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതിനെ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം 8 വരും. ഓക്കെ, ഈവൻ നമ്പർ ആക്കിയപ്പോൾ 2 ഇട്ട് കൊടുത്തു. ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, 2 PB ആയി. അപ്പോൾ ഇവിടെയും 2 ഇട്ട് കൊടുത്തു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓക്സിജൻ നമ്പർ, ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി കിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെയാണ് ചെയ്യുക. PBയോട് അവിടെ 2 ഇട്ട് കൊടുത്തു. സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം 8. 2 PB 2O എന്ന് 8 ആവണം. അപ്പോൾ ഇവിടെയും PBയുടെ നമ്പറിൽ ചേഞ്ച് വന്നു. അപ്പോൾ ഇവിടെ ഞാൻ 2 ഇട്ട് കൊടുത്തു, ഓക്കെ അല്ലേ. അപ്പോൾ എഗെയിൻ നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ 2 PB വന്നു, ഇവിടെയും 2 PB, ഓക്കെ ആണ്. ഇനി ഇവിടെ ഇപ്പോൾ നൈട്രജൻ നമ്പർ എത്രയായി, ഇവിടെ 2 ആയിരുന്നു വന്നിരുന്നത്, ഇപ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരു 2 കൂടിയിട്ട് 4 ആയി. അപ്പോൾ ഇവിടെയും 4 ആക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് 4 ആക്കാൻ പോവാം കേട്ടോ, 4 ആക്കാൻ പോവാം. അപ്പോൾ 4 ഇട്ടു, ഓക്കെ. 4 നൈട്രജൻ, ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ട ആൾക്കാരാണ്. 4 ഇട്ടു. അപ്പോൾ എന്തായി, 4 നൈട്രജൻ ബാലൻസ്ഡ് ആണ്. ഇനി ഓക്സിജൻ നോക്കാം. ഇവിടെ 6 ആയിരുന്നു, ഇപ്പോൾ ഒരു 2 കൂടി ഉള്ളതുകൊണ്ട് 12 ആയിട്ട് മാറി. 12 ഓക്സിജൻ വേണം നമുക്ക് അവിടെ അല്ലേ.
12 ഓക്സിജൻ വേണം. അപ്പോൾ ഓൾറെഡി 3 × 2 6 ഓക്സിജൻ ഉണ്ടായിരുന്നു, ഇൻറ്റു 2 ചെയ്തപ്പോൾ 12 ഓക്സിജൻ ആയി. ഇനി ഇവിടെ നോക്കാം. ഓക്കെ, 2O പ്ലസ് 4 × 2 8 ഓക്സിജൻ വരും, പ്ലസ് 2 ഓക്സിജൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഓക്സിജൻ. ബാലൻസ്ഡ് ആയില്ലേ? ഈ രീതിയിൽ വേണം അതിനെ ബാലൻസ് ചെയ്യാൻ. അപ്പോൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമ്പർ ആഡ് ചെയ്തേക്കണോ ഒന്നുകൂടി ചെക്ക് ചെയ്തു, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഓക്സിജൻ ഇപ്പോൾ ബാലൻസ്ഡ് ആയി. അപ്പോൾ ഫൈനലി ഇതായിരിക്കും ഇക്വേഷൻ വരാം. 2PbNO3 twice gives 2PbO പ്ലസ് 4NO2 പ്ലസ് O2. ഇതായിരിക്കുള്ളൂ ഫൈനൽ ഇക്വേഷൻ. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമുക്കൊന്ന് വേറൊരു ഇക്വേഷൻ കൂടി ചെയ്യാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. C2H4 പ്ലസ് O2 gives CO2 പ്ലസ് H2O എന്നാണ്. ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ C2H4 പ്ലസ് O2 എന്നുള്ള രീതിക്ക് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ തന്നെ ഒന്നും കൂടി എഴുതാം. ഇതിൽ മെറ്റൽസ് ഒന്നുമില്ല, അപ്പോൾ നോൺ മെറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ദാറ്റ് ഈസ് കാർബണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാർബൺ C2 ആണ്, ഇവിടെ 2 ഒരെണ്ണമുള്ളൂ, അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, 2CO2 എന്നാക്കി. ഇനി ഓക്സിജൻ്റെ നമ്പർ നോക്കാം നമുക്ക്. ഇപ്പോൾ ഓക്സിജൻ 2 ഓക്സിജൻ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണെങ്കിലോ 2 ഓക്സിജൻ 4 ഉണ്ട്, പ്ലസ് 1 മോർ ഓക്സിജൻ, ദാറ്റ് ഈസ് 5 ഓക്സിജൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, 5 ഓക്സിജൻ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ബാലൻസ് ചെയ്യുക? ഇതിന് ഒരു ചെറിയൊരു കാര്യം കൂടി, ഇങ്ങനെ O2 എന്ന് മാത്രം, റിയാക്ടൻ സൈഡിൽ O2 എന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ടൊരു എളുപ്പവഴിയുണ്ട്. നോക്കാം. 2 ഓക്സിജനെ നമുക്ക് 5 ആക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 10 ഓക്സിജൻ ആയിട്ട് മാറും അല്ലേ? ഇനി എന്നിട്ട് ഞാൻ ആ 10 ഓക്സിജനിൽ ഒറ്റ കാര്യം ചെയ്യാൻ പോവാണ്. 10 ഓക്സിജനിൽ ഞാൻ ഒറ്റ കാര്യം ചെയ്യാൻ പോവാണ്. അതിനെ 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ബൈ 2 ഇടാൻ പോകാം. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും. 10/2 എന്ന് പറയുമ്പോൾ 5 ഓക്സിജൻ ആയിട്ട് കിട്ടും ഒറ്റയടിക്ക്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഇവിടെ 5/2 കൊണ്ട് mൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ 2 ഓക്സിജൻ ഇൻറ്റു 5 10 ആണ്, ബൈ 2 കൂടി വരുമ്പോഴത്തേക്കും അത് അഗെയിൻ 5 ആയിട്ട് മാറും. O2 എന്ന കേസിൽ മാത്രമാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ 5/2 ഇട്ടു, അപ്പോൾ 5 ഓക്സിജനായി, ഇവിടെയും 5 ഓക്സിജൻ സെറ്റായി. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ 5/2 എന്ന് എഴുതി അങ്ങനെ ബൈ 2 ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? C2H4 പ്ലസ് 2C2H4 എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോഴേ ഈ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ അതിനെ മാത്രം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഓവറോൾ എല്ലാത്തിനെയും 2 കൊണ്ട്. 2C2H4 പ്ലസ് എന്താ 5O2 ഗീവ്സ് എന്ത് വരുന്നു? 2CO2 പ്ലസ് 2H2O എന്നായിട്ട് വരും. ഓക്കെ, അപ്പോൾ എല്ലാത്തിനെയും 4CO2 പ്ലസ് H2O എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും ചെയ്യാം. പിന്നെ ഒന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4CO2 പ്ലസ് 2O2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായി? അവിടെ നമുക്ക് 8 ആയിട്ട് മാറും. ഒന്നും കൂടി എല്ലാം ചെക്ക് ചെയ്യാം. 2C2H4 ഓക്കെ, അപ്പോൾ 4 ആയി, ഇവിടെയും 4 കാർബൺ സെറ്റാണ്. ഇനി 8 ഹൈഡ്രജൻ ആണ് ഇവിടെയുള്ള, ഓക്സിജൻ ആദ്യം 10 ഓക്സിജൻ ആണ് വരുന്നത്. ഇവിടെയാണെങ്കിലോ 8 ഓക്സിജൻ പ്ലസ് 2, അപ്പോഴും 10 ഓക്സിജൻ ആയിട്ട് തന്നെ കിട്ടി. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇനി അതിനെ അടുത്തതും കൂടി ചെയ്യാം. ദാറ്റ് ഈസ് ഹൈഡ്രജനെ കൂടി നോക്കാം. അപ്പോൾ ഹൈഡ്രജനിൽ 8 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ എത്രയേ ഉള്ളൂ? 4 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 ആക്കാം. അപ്പോൾ 8 ആയി, ഇവിടെയും 8 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 8 ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. 4 കാർബൺ, ഇവിടെയും 4 കാർബൺ. ഇവിടെ 10 ഓക്സിജൻ ആണ് കിട്ടിയത്. 5 × 2 10 ഓക്സിജൻ ആണ്. ഇവിടെ ആണെങ്കിൽ എത്ര ഓക്സിജൻ ഉണ്ടോ നോക്കിയാൽ 8 പ്ലസ് എന്താ 4 ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 6 ആയി അല്ലേ? 4 ഓക്സിജൻ. ഓക്കെ, 4 ഓക്സിജൻ കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് 12 ഓക്സിജൻ ആണ് കിട്ടിയേക്കുന്നത്. 8 + 4 12 ഓക്സിജൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? അപ്പോൾ പ്ലസ് 2 കൂടി വരണം അല്ലേ? അപ്പോൾ എന്താ ഇവിടെ എഴുതേണ്ടത്? ഇവിടെ 6 ആക്കാം. അപ്പോൾ 6 ആക്കി കഴിഞ്ഞാലുള്ള ഗുണം 12 ആവും. ഓക്കെ, ഇപ്പോൾ 2C2H4 പ്ലസ് 6O2 ഗീവ്സ് 4CO2 പ്ലസ് 4H2O. അപ്പോൾ ഈ രീതിയിൽ എഴുതാം. ഇനി ഹൈഡ്രജൻ നമ്പറും കൂടി നോക്കിയേക്കാം. ഹൈഡ്രജൻ നമ്പർ H4 ആണ്, ഇവിടെയും H4. ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യலாம். 4 കാർബൺ 6 12 ഓക്സിജൻ, ഇവിടെയും 12 ഓക്സിജൻ ആണ് വരിക. ഇനി 8 ഹൈഡ്രജൻ 8 ഹൈഡ്രജൻ. അപ്പോൾ ഇതായിരിക്കുള്ളൂ റിയാക്ഷൻ വരിക. 2C2H4 പ്ലസ് 6O2 ഗീവ്സ് 4CO2 പ്ലസ് 4H2O. ഈ രീതിയിൽ ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഫൈനലി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം. CaSO4 പ്ലസ് NaNO3 ഗീവ്സ് CaNO3 ട്വൈസ് പ്ലസ് SO4. ഇതിൽ ശ്രദ്ധിക്കുക, അയോൺസ് ആയിട്ട് വരുന്നത്. SO4 എന്ന് പറയുന്ന അയാൾ അങ്ങനെ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ NO3 എന്ന് പറയുന്ന ഒറ്റയടിക്ക് തന്നെ ഇവിടെയും ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കണ്ട, ഈ അയോണുകളെ ടുഗദർ നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഫസ്റ്റ് മെറ്റൽ നോക്കാം, പിന്നെ ഇഷ്ടമുള്ള പോലെ അയോൺസ് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം Naനെ ആദ്യം തന്നെ നോക്കാം.
എൻ ഇവിടെ ഒരെണ്ണമാണ് ഉള്ളത്, ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ CaSO4 പ്ലസ് 2NaNO3 നോക്കാം. കാരണം അവിടെ Na2 ഉണ്ട്, 2 നൈട്രജൻ സോഡിയം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ അവിടെ Na2, അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, Na2SO4. ഇനി അടുത്ത ആരാ, Ca നോക്കാം. Ca ഇവിടെ ഒരെണ്ണമാണ്, ഇവിടെയും ഒരെണ്ണമാണ്. സോ ബാലൻസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഓക്കെ ആണ്. ഇനി എന്താ, SO4 ഇവിടെ ഒരെണ്ണം, ഇവിടെയും ഒരെണ്ണം. ഇനി NO3 എവിടെ എത്ര എണ്ണമാണ്, റിയാക്ടൻ സൈഡിൽ ഇപ്പോൾ 2NO3 എന്നുണ്ട്, അപ്പോൾ 2 NO3 ഉണ്ട്, ഇവിടെയും 2NO3 ആണ്. സോ ഓൾറെഡി ബാലൻസ്ഡ് ആയി. സോ ഇതായിരിക്കുള്ളൂ ഫൈനൽ ഇക്വേഷൻ, എല്ലാം ബാലൻസ്ഡ് ആണ്. അപ്പോൾ അയോൺസ് വരുമ്പോൾ ഇങ്ങനെ അയോണുകളായിട്ട് തന്നെ SO4 അത് തന്നെയാണ് പ്രോഡക്റ്റ് സൈഡിലും വരുന്നെങ്കിൽ അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇതും വേറൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ഒരെണ്ണം ആ 7th വൺ ആണ്. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. ഈ ഒരു ഓർഡറും ആ ബേസിക് തമ്പ് റൂൾസ് 3 നോക്കുക, അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഐ തിങ്ക് എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. ഇതൊന്നും കൂടി ഒന്ന് കാണുക, കൃത്യമായിട്ട് ചെയ്യുക. സോ ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും വേണമെങ്കിൽ നമ്മുടെ ന്യൂട്ടൻസിൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലസ് ആ ബെല്ലൈക്കണൊക്കെ ഓൺ ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഇങ്ങനെയുള്ള വീഡിയോസ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അടിപൊളിയായിട്ട് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്.